മല, കുന്ന്, റിസോർട്ട് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അതുപോലെ തന്നെ നൊസ്റ്റാൾജി ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ. അല്ലാത്തവർ നിങ്ങൾ വീഡിയോ നേരെ മാപ്പിട്ട് കടിച്ചോളി നിങ്ങൾക്കുള്ളതല്ല. അപ്പോൾ നമ്മൾ നവീകരിച്ച് കൊണ്ടുള്ള മുതലെന്ന് പറഞ്ഞാൽ ഒരു കിടുക്കാച്ചി ഐറ്റം 1997 മോഡല് ജീപ്പ് MD ഓപ്ഷനുമുള്ള ഒരു വാഹനവുമായിട്ടാണ് ഇന്ന് അലീഗഡ് എത്തിയിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും സെക്കൻഡ് ഓൺഷിപ്പ് മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക്, പവർ സ്റ്റാറിങ്, AC ഈ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിനില്ല. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും നിങ്ങൾ ടെൻഷൻ ആകണ്ട. ഒരു നോർമൽ വാഹനം എങ്ങനെയാണോ കമ്പനി ഇൻബിൽഡ് ആക്കിയുള്ളത് അതൊരു മോഡിഫൈ ചെയ്തിട്ട് പക്ക ആ ജെന്യുവിൻ ക്വാളിറ്റി തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന വാഹനം. വർക്കോ കാര്യങ്ങളൊന്നും പെൻഡിങ് ഇല്ല. ഈ പേപ്പർ വാലിഡിറ്റി ആണ് നോക്കുന്നതെങ്കിൽ 2029 വരെ പേപ്പർ വാലിഡിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷുറൻസ് ആണ് നോക്കുന്നതെങ്കിൽ 2026 ഓഗസ്റ്റ് വരെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും സെക്കൻഡ് ഓൺഷിപ്പിലായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് സാധാരണ 3+1 ആണ് ഗിയർ ബോക്സ് വരിക. അത് MDIയിലേക്ക് മാറ്റിയിട്ട് 4+1 അഥവാ 4 ഗിയർ പ്ലസ് റിവേഴ്സ് ഗിയർ അടക്കം 5 ഗിയറിലേക്ക് ഈ ഒരു വാഹനം കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ മറ്റു ഡീറ്റെയിലേക്ക് വരികയാണെങ്കിൽ ടയർ ഭാഗമാണ് നോക്കുന്നതെങ്കിൽ റീസോളുള്ള ടയറാണ് ഇതിന് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഒരു 80 ആൻഡ് എബോളിൽ 4 ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വുഡ് കാര്യങ്ങളൊക്കെ പുതിയതായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിലും പക്കാ ക്വാളിറ്റിയുള്ള വാഹനം. ഇത്തരം വാഹനങ്ങൾ നോക്കുന്നവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക അത് 2 വീൽ ഡ്രൈവ് ആണോ 4 വീൽ ഡ്രൈവ് ആണെന്നുള്ളതാണ്. ഇത് 2 വീൽ ഡ്രൈവ് വാഹനം കേട്ടോ. ഇത്തരം വാഹനങ്ങളുടെ വില പറയുമ്പോൾ പല ആളുകളും പല ജാതി കമന്റും വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ പറയുകയാണ് ഇതൊരു മോഹ വിലക്ക് വിളിക്കുന്ന വാഹനങ്ങളാണ്. ഇത് ചിലപ്പോൾ ഒരു പക്ഷേ ഈ വാഹനം ഇറങ്ങുന്ന സമയത്ത് ഈ നമ്മൾ പറയുന്ന റേറ്റൊക്കെ ഈ വാഹനത്തിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്തരം വാഹനങ്ങളുടെ മാർക്കറ്റ് വില അറിയുന്നവർ മാത്രം ഇതിന് വിളിച്ചാൽ മതി. കാരണം ഫുള്ളി ഡീറ്റെയിൽ നമ്മൾ പറയുന്നുണ്ട്, ഫുള്ളി പ്രൈസ് അടക്കം നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ 100% ഓക്കെ ആണെങ്കിൽ മാത്രം വിളിക്കുക. മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, വർക്കോ കാര്യങ്ങളൊന്നും പെൻഡിങ് ഇല്ല. റേഡിയേറ്റർ വരെ നമ്മൾ പുതിയത് ഇപ്പോൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപയോഗിക്കുക, ഫ്യൂൽ അടിക്കുക, ഉപയോഗിക്കുക എന്നുള്ള വർക്ക് മാത്രമേ ഇതിമനിയുള്ളൂ. വേറെ എല്ലാം ബാക്കിയാണ്. അപ്പോൾ സെക്കൻഡ് ഓൺഷിപ്പ് നമ്മൾ വീണ്ടും എടുത്ത് പറയുന്നത് അത് ഹൈലൈറ്റ് ആണ്. ഒരു 97 വാഹനം സെക്കൻഡ് ഓൺഷിപ്പ് എന്ന് പറഞ്ഞത് ഹൈലൈറ്റ് തന്നെയാണ്. ഈ ഒരു 97 വാഹനത്തിന് അലീഗഡ് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 2,50,000 രൂപയാണ്. അതിനുള്ളൊരു മുതൽ ഇത് ഉണ്ടേനും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളി. കിട്ടാത്തോണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളി. ഇനി നിങ്ങൾക്ക് ഈ ഒരു വാഹനം പറ്റിയില്ലേ നമ്മൾ താഴെ കൊടുത്തുള്ള അലീഗഡ് എന്നുള്ള നമ്മൾ ഈ ഒരു പേജ് ഫോളോ ചെയ്ത് വെച്ചോളി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനവുമായി നമ്മളിതേ വീണ്ടും വരും.